നമസ്കാരം, അൻസാദാണ്. മിറാക്കിൾ അക്യുപഞ്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ എപ്പിസോഡ് 7ലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വിവരങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ആദ്യ ചോദ്യം ചോദിച്ചിരിക്കുന്ന അനുവാണ് കൊല്ലത്ത് നിന്നും. കൈ പൊള്ളിയാൽ എന്താണ് ചെയ്യുക? കൈ പൊള്ളുക എന്ന് വെച്ചാൽ ആവി കൊണ്ട് പൊള്ളിയാലും, അല്ലെങ്കിൽ എണ്ണ തെറിച്ച് വീണ് പൊള്ളിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തീയുള്ള പദാർത്ഥം തൊട്ട് ശേഷം പൊള്ളിയാൽ, അല്ലെങ്കിൽ ചൂടുള്ള പാത്രത്തിന് ശേഷം തൊട്ട് പൊള്ളിക്കഴിഞ്ഞാൽ ഒന്നാമത് ചെയ്യേണ്ടത് പൈപ്പ് തുറന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. 2-3 മിനിറ്റ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഉപ്പിനകത്ത് കൈ നന്നായിട്ട് പൊത്തി വെക്കുക. ഉപ്പ് ശരിക്കും പറഞ്ഞാൽ മൈലാഞ്ചി ഇടുന്ന പോലെ മൊത്തം എന്ത് ചെയ്യുക, നന്നായിട്ട് ഇങ്ങനെ പൊത്തി വെക്കുക. അല്ലെങ്കിൽ ഉപ്പ് ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ട് ആ പാത്രത്തിനകത്ത് എന്ത് ചെയ്യുക, പൊള്ളിയ ആ ഭാഗം നന്നായിട്ട് അമർത്തി വെക്കുക. അങ്ങനെ അമർത്തി വെക്കുന്ന സമയത്ത് ഈ ഉള്ളിലുള്ള ഒരു ഹീറ്റ് പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗം ചൊള്ളിക്കുന്നത് തന്നെ വളരെ കുറയും, വേഗത്തിൽ സുഖപ്പെടും, പൊങ്ങി വരികയില്ല. ഇതാണ് ഒന്നാമത് ചെയ്യുക. ശേഷം നമുക്ക് ആ ഭാഗത്ത് തേൻ പുരട്ടി കൊടുക്കാം, അതുപോലെ എണ്ണ പുരട്ടി കൊടുക്കാം ഒക്കെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പെയിൻ മാറുന്നില്ല എങ്കിൽ മാത്രം അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതിയാവും. ന്യൂറോൺസിന് വരുന്ന തകരാറ് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിൽ മാറുമോ? കൃപിയാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ശരീരത്തിൻ്റെ പേശികൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഒന്നില്ലെങ്കിൽ പേശികൾ ചുരുങ്ങി പോവുക, അല്ലെങ്കിൽ പേശികളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാതിരിക്കുക, അതുമൂലം ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും അങ്ങനെ ശരീരത്തിനകത്ത് നടക്കേണ്ട കാര്യങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുകയും ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് വരിക. ഉദാഹരണം പറഞ്ഞാൽ തലയിലുള്ള ഏതെങ്കിലും ഒരു പേശി, ന്യൂറോൺസിന് ബാധിക്കുന്ന രോഗം, ഉദാഹരണം പറഞ്ഞാൽ കയ്യിലേക്കുള്ള ചലനങ്ങളെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. സ്ട്രോക്ക് ബാധിച്ചിരുന്ന ഒരു പേഷ്യനെ സംബന്ധിച്ചോളം അയാളുടെ ന്യൂറോൺസിന് ശരിക്കും പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുകയില്ല. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ന്യൂറോൺസിൻ്റെ അല്ലെങ്കിൽ ഏത് മെറിഡിയനുമായി ബന്ധപ്പെട്ട ന്യൂറോൺസിനാണ് തകരാറെന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ തലച്ചോറിൽ നിന്ന് ഈ കൈയുടെ സ്വാധീനം, കൈക്ക് ആവശ്യമായി കൊടുക്കുന്ന എനർജി കൊടുക്കുന്ന ആ ഒരു പാത്വേ അത് സ്റ്റക്ക് ആവുകയോ, ആ ന്യൂറോൺ അല്ലെങ്കിൽ ആ ഒരു മെറിഡിയൻ ചുരുങ്ങുകയോ അത് ബലഹീനമാവുന്നതായിട്ട് കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളൊന്നും പറയുന്നത് നിലവിൽ കഴിക്കുന്ന ബ്ലഡ് പ്രഷർ ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെ നിർത്താൻ പറയും. അക്യുപഞ്ചറിനകത്ത് മരുന്നുകളൊന്നുമില്ലാത്ത തന്നെയുള്ള ചികിത്സയാണ്. നിലവിൽ കഴിക്കുന്ന എല്ലാ മരുന്നും നിർത്തി ചികിത്സ ചെയ്യാനുള്ള ഒരു ഗുണവും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഉറക്കം ഇല്ലാത്ത രോഗിയാണെങ്കിൽ വളരെ നന്നായിട്ട് ഉറങ്ങുകയും ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന, അതായത് ഈ ന്യൂറോൺസിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായി കെട്ടിക്കിടക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് പുറത്തേക്ക് പോവുകയും ചെയ്യുകയും പതുക്കെ ഒരാളുടെ രോഗം മാറുന്നത് ഇത്ര ദിവസം കൊണ്ട് മാറുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അല്ലേ? ചിലരുടെ വേഗം മാറും, ചിലർ ഒരൊറ്റ സിറ്റിങ്ങിൽ മാറാറുണ്ട്, ചിലരുടെ ആഴ്ചകളോ, ചിലരുടെ മാസങ്ങളോ, ചിലരുടെ വർഷങ്ങളോ എടുക്കാറുണ്ട്. ഓരോരുത്തരുടെയും കേപ്പബിലിറ്റിയും പ്രതിരോധശേഷിയും അനുസരിച്ചിട്ട് രോഗം മാറുന്നതിനകത്തും വ്യത്യാസം ഉണ്ടാകും. തീർച്ചയായും ന്യൂറോൺസിൻ്റെ അതേപോലത്തെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള റിസൾട്ട് ലഭിച്ചിട്ടുള്ളതാണ്. അടുത്ത ഹരിതയാണ് ചോദിച്ചിരുന്നത്, മുട്ടുവേദന എല്ല് തേയ്മാനം ആയി ബന്ധപ്പെട്ടതാണോ? അതിന് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിനകത്ത് എന്താണ് പരിഹാരം, എന്താണ്? ശരിക്കും അക്യുപഞ്ചറിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് എല്ല് തേയ്മാനം എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ അങ്ങനെ വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. എൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എല്ലിനുണ്ടാവുന്ന തേയ്മാനമല്ല, ശരിക്കും അവിടുത്തെ ആ ഭാഗത്തു നിന്ന് ഫ്ലൂയിഡ് കുറഞ്ഞു പോവുക, നീർക്കെട്ട് വരിക, ആ എല്ലിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാതിരിക്കുകയാണ് ഉണ്ടാവുക. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ നീർക്കെട്ട് പുറത്തേക്ക് പോവുകയും അവിടെ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്താണോ അവിടെ ആവശ്യമായിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് റീജനറേറ്റ് ചെയ്യുകയും അങ്ങനെ മുട്ടുവേദന മാറുകയും ചെയ്യും. പെട്ടെന്നുള്ളൊരു ആശ്വാസത്തിന് കപ്പിംഗ് തെറാപ്പി പോലത്തെ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. എന്ത് തന്നെയാണെങ്കിലും മുട്ട് മടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, മുട്ട് സ്റ്റക്കാവുന്നത്, ഞരമ്പുകളുടെ ചുരുക്കം ഉണ്ടാവുന്നത്, ഫ്ലൂയിഡ് കുറഞ്ഞുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിനകത്ത് വളരെ രീതിയിലുള്ള ഒരു പരിഹാരം ലഭിക്കുന്നതാണ്. സാലിഹാണ് ചോദിച്ചിരിക്കുന്നത്, ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ട് 12 വർഷമായിട്ടുണ്ട്. നേരത്തെ ഇൻഹേലർ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ മരുന്നാണ് ബുദ്ധിമുട്ട് വരുമ്പോൾ ഉപയോഗിക്കുന്നത്. അക്യുപഞ്ചറിൽ എന്താണ് പരിഹാരം? ഇത്രയും വർഷമായതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ സാധിക്കുമോ? തീർച്ചയായും നമുക്കറിയാം, ആസ്മത്തിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഈ ലങ്സ് ചുരുങ്ങിയ ശേഷം പൊടിപടലങ്ങൾ ഉള്ളിലേക്ക് കയറുകയോ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള കിതപ്പ് മൂലം ഓക്സിജൻ്റെ അളവ് കുറയുകയോ ചെയ്യുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകുന്ന ഒരു ബ്രീത്തിങ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പലർക്കും കണ്ടുമുട്ടാറുണ്ട്. എന്നാൽ ചില കേസസിനകത്ത് ഈ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ ഒരുപാട് കാലങ്ങളായിട്ട് നിൽക്കുകയും ഇതിനകത്ത് ഈ റിക്കവർ ചെയ്യാനുള്ള സമയം വളരെ കൂടുതലായും ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പൊടിയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു 3 ആൾക്കാർ പോയി കഴിഞ്ഞാൽ 3 പേർക്കും ഫീൽ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ 2 പേർക്കും കുഴപ്പമുണ്ടാവില്ല, അത് ജസ്റ്റ് പൊടി കയറി തുമ്മിപ്പോയി. പക്ഷെ 3ാമത്തെ ആൾക്കാർ ഒരു ആസ്മറ്റിക് പേഷ്യൻറ്റോ അല്ലെങ്കിൽ ലങ്സിന് ബുദ്ധിമുട്ടുള്ള ഒരാളോ ആണെങ്കിൽ അയാൾക്ക് അവിടെ ചെന്ന് ചെയ്യുമ്പോൾ ഈ പൊടി കയറുന്നതോടുകൂടി തന്നെ ലങ്സിന് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരും. അതാണ് പുകയുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ പൊടിവെള്ളമുള്ള സ്ഥലങ്ങളിൽ ചിലർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വല്ലാതെ ബ്രീത്തിങ്ങിന് വേണ്ടി കഷ്ടപ്പെടുന്ന കാണുന്നത്. ഒന്നാമത് നമ്മൾ ചെയ്യുന്നത് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് രോഗത്തെ അല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, രോഗ കാരണത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്വാലിഹയുടെ ലങ്സിൻ്റെ ചുരുക്കം മൂലമായിരിക്കണം ഈ പറഞ്ഞതുപോലെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. നിലവിൽ ഈ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടാനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ശേഷം കൃത്യമായിട്ട് നമ്മൾ രാത്രി ഭക്ഷണം ഒഴിവാക്കാൻ പറയും, രാത്രി നേരത്തെ ഉറങ്ങുക, രാവിലെ കുളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള വ്യത്യാസം വരികയും പതുക്കെ ലങ്സ് തിരിച്ച് ബാക്കിലേക്ക് ഒരു ബാലൻസിലേക്ക് വരികയും ചെയ്യും. രാത്രി ഭക്ഷണം ഒഴിവാക്കാൻ എന്തുകൊണ്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്മറ്റിക് പേഷ്യൻ്റ് ലങ്സിന് ബുദ്ധിമുട്ടുള്ളവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവർക്ക് രാത്രിയാകുമ്പോൾ വയറ് വന്ന് കമ്പിക്കുകയോ വിശപ്പുണ്ടാവുകയോ ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നിർബന്ധിച്ച് ഇവർ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇവർക്ക് അത് കെട്ടിക്കിടക്കുകയും ഇത് ശ്വാസം മുട്ടൽ കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് രാത്രി ഭക്ഷണം ഒഴിവാക്കുക. തീർച്ചയായും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലുകൾ നല്ല രീതിയിൽ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. പീരീഡ്സിൻ്റെ 3 ഡേയ്സിന് മുമ്പ് ശക്തമായ വയറ് വേദന ഉണ്ടാകുന്നുണ്ട്. സ്കാൻ ചെയ്തപ്പോൾ PCOD സിസ്റ്റ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഒരു തരത്തിലും വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ നിലവിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, 13 വയസ്സ് 14 വയസ്സ് മുകളിലോട്ടുള്ള പെൺകുട്ടികൾക്കെല്ലാം തന്നെ വയറിന് ശക്തമായ വേദന വരികയും ആ വേദന വന്നു കഴിഞ്ഞാൽ അസഹ്യമായ ബുദ്ധിമുട്ടുകളിലേക്ക് പോവുകയും ഇറഗുലർ പീരീഡ്സിൻ്റെ ക്രാംസ് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിന് ഏറ്റവും നല്ലൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ഈ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് പുറത്തേക്ക് പോകാൻ സഹായിക്കുക എന്നുള്ളതാണ്. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിൽ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ആദ്യത്തെ 1-2 ദിവസം എന്ത് ചെയ്യേണ്ട, കുളിക്കണ്ട എന്ന് പറയും. ശരിക്കും പറയല്ല, ആ സമയത്ത് ഈ ശരീരത്തിനകത്ത് ബോഡിയിൽ ഹീറ്റ് നിർബന്ധമാണ്. ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഓവറിൻ സിസ്റ്റായിട്ടുള്ള PCOD ആകട്ടെ, PCOS ആവട്ടെ, അതുപോലുള്ള ബൾക്കി ആയിട്ടുള്ള യൂട്രസ്, ഇത് എല്ലാം തന്നെ അത് എന്ത് ചെയ്യും, പുറത്തേക്ക് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്ത് പോകും. ഇവരോട് ചോദിച്ചാൽ പറയും, കുളിക്കുന്ന സമയത്ത് ഒരു ഒരു ആശ്വാസം തോന്നിയാലും കുളിച്ച ശേഷം വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയുമാണ് അനുഭവപ്പെടാറ്. ശരിക്കും അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെയാണ് കുളി ആദ്യം ഒഴിവാക്കാൻ നമ്മൾ പറയുന്നത്. തീർച്ചയായും നമ്മൾ യൂറിനറി ബ്ലാഡറിൻ്റെ പോയിൻ്റ് പോലത്തെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് മാറുന്നതാണ്. അടുത്ത ചോദ്യം ചോദിക്കുന്നത്, മൂത്രം ഒഴിച്ചതിന് ശേഷവും വീണ്ടും മൂത്രം ഒഴിക്കാൻ മുട്ടുന്നത് പോലുള്ള ടെൻഡൻസി ഉണ്ട്, പിന്നെ പോയാൽ അല്പമാണ് പോകുന്നത്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, എന്താണ് ഒരു പോംവഴി? നമുക്കറിയാം, യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ യൂറിൻ പോയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രഷർ വേരിയേഷനോ അല്ലെങ്കിൽ എയർ ബ്ലോക്കോ ഉണ്ടെങ്കിൽ കുറച്ച് മൂത്രം മുകളിലേക്ക് കയറി നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ മൂത്രം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും മുക്കണ്ട, അവരെന്ത് ചെയ്താൽ മതി, ശ്വാസം ഫുള്ള് വലിച്ച ശേഷം ഫുള്ള് റിലാക്സ് ചെയ്യുക. അങ്ങനെ റിലാക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ മൂത്രം പോകും, തിരിച്ചൊരു എയർ ബ്ലോക്ക് പോലെ പുറത്തേക്കൊരു പ്രഷർ പോലെ മൂത്രം തിരിച്ച് കയറുന്നത് ഒഴിവായി കിട്ടും. അങ്ങനെ ഇപ്പോൾ മൂത്രം ഒഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിട്ട് പിന്നെ ഒന്ന് ഇരിക്കുക, പിന്നെയും ശ്വാസം വലിച്ച് ഫുള്ള് ഫ്രീ ആക്കി വിടുക. അങ്ങനെ വിട്ട് കഴിയുമ്പോൾ ഒരു 5-6 സെക്കൻഡ് കഴിയുമ്പോൾ 2-3 തുള്ളി പോകും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കഴുകിയിട്ട് മാറുക. അങ്ങനെ ചെയ്ത് 2-3 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂത്രം ഒഴിക്കുന്നതിന് ബുദ്ധിമുട്ട് മാറും. തീർച്ചയായും ഇനി മൂത്രത്തിൽ പഴുപ്പ് അടിക്കടിക്ക് വരിക, അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ വന്ന ശേഷം അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൂടി ഉടഞ്ഞ വരുന്നവരൊക്കെ ആണെങ്കിൽ ആ ഭാഗത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ മൂത്രം കെട്ടിക്കിടക്കുകയോ മൂത്രം പൂർണ്ണമായിട്ട് ആ കുഴലിലൂടെ യുറീത്രയിലൂടെ പുറത്തേക്ക് ഫ്ലഷ് ചെയ്ത് പോകാത്തൊരു ബുദ്ധിമുട്ടാണ്. തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ബാറിലിട്ട് തിളപ്പിച്ച വെള്ളം, എഴുതിയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഭക്ഷണമായി കഴിക്കുന്ന എന്ത് സാധനവും നമുക്ക് എന്ത് ചെയ്യാം, അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിനകത്ത് ഉപയോഗിക്കുന്നതിന് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. അത് ഇബ്രാഹിമാണ് ചോദിച്ചിരിക്കുന്നത്, ഫാറ്റി ലിവറിൻ്റെ സ്റ്റേജ് 3 ആണെന്നാണ് സ്കാൻ റിപ്പോർട്ടിൽ പറയുന്നത്, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ഭക്ഷണം എന്ത് ശ്രദ്ധിക്കലാണ്? ലിവർ ഫാറ്റ് ഒരുപാട് കാരണങ്ങളുണ്ടാവും അല്ലേ. പണ്ടൊക്കെ ഒരുപാട് പ്രായമായ ശേഷം കണ്ടുവരുന്ന പല രോഗങ്ങളും ഇന്ന് ചെറുപ്പക്കാരിലേക്ക് കണ്ടുവരുന്നുണ്ട്. ഒന്ന് ഭക്ഷണ ക്രമീകരണങ്ങൾ, രാത്രിയിലുള്ള ഉറക്കം, പിന്നെ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റുകൾ, ആൻറ്റിബയോട്ടിക്സിൻ്റെ അമിതമായ ഉപയോഗങ്ങൾ, ആൽക്കഹോളിൻ്റെത്, അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് വരുമ്പോൾ
ആണ് കൂടുതൽ ഈ പ്രത്യാഘാതം ഉണ്ടാക്കുന്നത്. ഫാറ്റ് ലിവർ ഗ്രേഡ് വന്നു കഴിഞ്ഞാൽ ഒന്ന് കപ്പിംഗ് തെറാപ്പി നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ അത് രാവിലെ ജസ്റ്റ് എന്ത് ചെയ്യുക, ചായക്ക് പകരം ഒരിച്ചിരി ലെമൺ സ്ലൈസാക്കി മുറിച്ച് അതിൽ അല്പം ചൂടുവെള്ളത്തിനകത്തിട്ട് ഒരു പിഞ്ച് ഒരു നുള്ളിൽ മഞ്ഞളും ഇട്ടിട്ട് എന്ത് ചെയ്യുക, അത് കുടിക്കാം. അത് ഡീടോക്സിഫിക്കേഷൻ്റെ ഒരു പ്രകൃതിദത്തമായ ഒരു രീതിയായിട്ട് കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ലിവറിൻ്റെ മെറിഡിയൻ ആക്ടിവേറ്റ് ചെയ്യുകയും ലിവർ സിറോസിസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്ന അത് പതുക്കെ എലിമിനേറ്റ് പോവുകയും ചെയ്യും. ഈ സമയത്ത് ഭക്ഷണങ്ങൾ വിശപ്പില്ലെങ്കിൽ ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയോ പഴച്ചാറുകളോ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങളോ കഴിക്കാൻ ശ്രമിക്കുക. രണ്ടാമത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായി വിശ്രമിക്കുക. ഒരുപാട് സ്ട്രെസ്സ്, ഒരുപാട് കാര്യങ്ങളൊന്നും രാത്രി സ്ഥിരമായി ഉറക്കമൊഴിക്കുന്ന കാര്യങ്ങൾ, പുകവലി, മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുകയുമാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ലിവർ സിറോസിസ് 3 എന്നുള്ളത് മാറി ഈ പറഞ്ഞതുപോലെ തീർച്ചയായും അങ്ങനത്തെ പേഷ്യൻസ് പുറത്തേക്ക് വന്ന ബാക്ക് ടു ബാലൻസ് അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് വന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. അടുത്തത്, പുകവലി നിർത്താൻ എന്തെങ്കിലും വഴി അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലുണ്ടോ? തീർച്ചയായും നമ്മളെ സന്തോഷകരമായ കാര്യങ്ങളാണ്. അതിനുവേണ്ടിയല്ല പല പേഷ്യൻസും പല രോഗങ്ങൾ കാണിക്കാൻ വരുമ്പോൾ വൈഫ് അല്ലെങ്കിൽ അവർ തന്നെ പറയാറുണ്ട് ഞങ്ങൾക്ക് പുകവലി നിർത്തിയാക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ചെസ്റ്റിന് പെയിൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ നിർത്തുന്നതിനെ പറ്റി ആലോചിക്കുക. ഏതാണ്ട് ഈ ഭാഗത്ത് പെയിൻ വരികയും കൈ കിഴക്കൽ വരികയും ചെയ്യുമ്പോൾ പല ഡോക്ടേഴ്സും പറയും നിങ്ങളുടെ പുകവലിയാണ്. പക്ഷെ അവർക്ക് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവും, നടക്കില്ല. അപ്പോൾ എന്താ പോകുമ്പോഴും ഞാൻ പറയാറുണ്ട്, പല രീതിയിലാണ് ഞാൻ അങ്ങനത്തുള്ള ആൾക്കാരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള. ഒന്ന്, നിങ്ങൾക്ക് വലിക്കണം തോന്നുമ്പോൾ ജസ്റ്റ് വായു വെക്കുക, എന്നിട്ട് കത്തിക്കാതെ വായു വെച്ച ശേഷം പിന്നെ എടുത്ത് പോക്കറ്റ് വെക്കുക. രണ്ടാമത്തെ രീതി പിന്നീട് ഞാൻ പറഞ്ഞിരുന്നത്, ഇതിപ്പോൾ കുറേ കാലത്തിന് ശേഷമായിട്ട് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഇതാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന സമയത്ത് കാപ്പി കുരു ഉണ്ടല്ലോ, ടിക്ടാക്കിൻ്റെ നമ്മുടെ ഗുളിക ടിക്ടാക്കിൻ്റെ ചെറിയ മൗത്ത് ഫ്രഷ്നസ് കിട്ടുമല്ലോ, ആ ടിക്ടാക്കെല്ലാം ഒഴിവാക്കുന്നത് കാപ്പിക്കുരു വാങ്ങിച്ചിട്ട് വെക്കുക. എന്നിട്ട് പുക വലിക്കണമെന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ ഒരു കാപ്പിക്കുരു എടുത്ത് വാരിട്ട് ജസ്റ്റ് ഒന്ന് ചവക്കുകയോ ഇതാക്കുകയോ ചെയ്യാം. അത് നമ്മുടെ ഈ പറഞ്ഞ പുക വലിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം അത് കുറക്കുകയും നമുക്ക് മാറ്റി ചെയ്യും. മൂന്നാമത് നമ്മുടെ മനസ്സാണ് അല്ലേ, നമുക്ക് നിർത്തണം എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാം. ഇനി ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, അത് നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചുമ കാര്യങ്ങളൊക്കെ മാറാൻ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, കപ്പിംഗ് തെറാപ്പി ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ പച്ചക്കറിയിലെ മത്തങ്ങ ഉണ്ടല്ലോ, ആ മത്തങ്ങ വാങ്ങിച്ച് അത് മുറിച്ച് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നത് നെഞ്ചിലെ കറകൾ പോവുകയും, അതിലെ വാഴപ്പിണ്ടി അത് തോരൻ വെച്ച് കഴിക്കുന്നത് നെഞ്ചിലെ കറകൾ പോവുകയും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് മാറുകയും, ലങ്സിന് ബുദ്ധിമുട്ടുള്ളവർക്ക്, ചുമ മാറാത്തവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പറയുന്നത്, ഇനി അഥവാ നിങ്ങൾ ഇൻ കേസ് നിർത്തി, ഒരു മാസം നിർത്തി എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയാതെ നിങ്ങളൊരു വലിച്ചു പോയി എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്കിനി ഞാൻ ഒരിക്കലും മാറാൻ പറ്റുമെന്ന് കരുതണ്ട. ഇതൊരു പ്രാവശ്യം വലിച്ചു, സാരമില്ല, ഞാൻ നിർത്തി, ഇനി വലിക്കൂല. അങ്ങനെ എന്ത് ചെയ്യണം, അഥവാ ഇനി ഇടക്ക് വലിച്ചാലും അതും നിർത്തി മുന്നോട്ട് പോയി പൂർണ്ണമായിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാക്കിയ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കാവുന്നതാണ്. അടുത്തത്, തൈറോയിഡിൻ്റെ എപ്പോഴും കൂടുതലാണ്. ഇപ്പോൾ ഭക്ഷണം ഇറക്കുമ്പോൾ എന്തോ തടയുന്ന പോലെ ഉണ്ട്, വണ്ണവും വല്ലാതെ കൂടി വരുന്നുണ്ട്. എന്താണ് നമുക്ക് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിൽ തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു തന്നാലും? തീർച്ചയായും നമ്മളിപ്പോൾ അക്യുപഞ്ചറിസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, ട്രിപ്പിൾ വാർമറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ റിസർച്ചിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും എഫക്റ്റീവാണിത്. ട്രിപ്പിൾ വാർമർ ട്രീറ്റ്മെൻറ്റ്, മെറിഡിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40-50 ഒക്കെ ഉള്ളത് വളരെ കുറഞ്ഞുകൊണ്ട് വരും. നമ്മൾ ഈ രോഗികളോട് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് ചെക്ക് ചെയ്ത് കുറയുമ്പോഴാണ് ആശ്വാസം വരിക. അങ്ങനെ അവർ അതുകൊണ്ട് കാണിക്കാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും തീർച്ചയായും ഒരാളുടെ ബുദ്ധിമുട്ട് മാറലാണ് ഏറ്റവും വലിയ റിസൾട്ടായിട്ട് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായും തൈറോയ്ഡ് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഒന്ന് മുടി കൊഴിഞ്ഞു പോവുക, വയറ് വന്ന് കമ്പിക്കുക, ഒന്നിലെ വല്ലാതെ ക്ഷീണിക്കുക, അല്ലെ വല്ലാതെ വണ്ണം വെക്കുക, ഇറഗുലർ പീരീഡ്സുകൾ ഉണ്ടാവുക, അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, മാനസികമായ ഡിപ്രഷൻ, മറ്റ് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുക, ഇതെല്ലാം തന്നെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ മാറുന്നതാണ്. പെട്ടെന്ന് മാറ്റം കിട്ടൂല. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു അവളുടേത് വേഗം മാറി, എൻ്റേത് കുറേ സമയമെടുത്തു. ഓരോ ശരീരവും, ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, വ്യത്യസ്തമാണ്. അതനുസരിച്ചിട്ട് രോഗം മാറിക്കോളും. ലാസ്റ്റ് ചോദ്യം, വൈറ്റ് ഡിസ്ചാർജും വിയർപ്പ് മണവും കൂടുതലാണ്, എന്താണ് ചെയ്യേണ്ടത്?
നമ്മൾ പറയും വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ത്രീകൾക്ക്, ചില പെൺകുട്ടികൾക്ക് വൈറ്റ് ഡിസ്ചാർജ് വല്ലാതെ കൂടുന്നുണ്ടാവും അല്ലേ. മാസമുറ കൃത്യമായിട്ട് വരാതിരിക്കുക, പീരീഡ്സ് വരുന്ന സമയത്ത് അതികഠിനമായ വേദന വരിക, വല്ലാത്ത തലവേദന വരിക, ഇതെല്ലാം തന്നെ യൂറിനറി ഇൻഫെക്ഷനും ഈ പറഞ്ഞതുപോലെ UTIയുടെ ഒരു പ്രോബ്ലംസും ആയിട്ടാണ് കണക്കാക്കുന്നത്. തീർച്ചയായും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കൃത്യമായിട്ട് പറയുന്നത് പോലെ നമ്മൾ കേട്ടാൽ, പ്രത്യേകിച്ച് ഒന്നുമില്ല, വിശപ്പില്ലെങ്കിൽ ആ പീരീഡ് സമയത്ത് ഭക്ഷണം കഴിക്കേണ്ട, ദാഹം അനുസരിച്ച് അല്പം കുറേശ്ശെ വെള്ളം കുടിക്കുക, നന്നായി റെസ്റ്റ് എടുക്കുകയും ആദ്യത്തെ ഒരു 3 ദിവസം കുളിക്കാതിരിക്കുകയും ചെയ്യുക. ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണ്. അല്ലാത്തവർക്ക് ഒരു ദിവസം കുളിക്കാതിരുന്നാലും മതിയാവും. അങ്ങനെ ചെയ്താൽ ബോഡി ഹീറ്റ് നിലനിൽക്കുകയും ഉള്ളിലുള്ള വേസ്റ്റ്, ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേസ്റ്റ് അതെന്ത് ചെയ്യും, പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്ന ഒരു ആളെ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സമയത്ത് വൈറ്റ് ഡിസ്ചാർജ് വളരെയധികം കുറയുകയും നല്ല രീതിയിൽ മാറുകയും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ചോദ്യങ്ങൾ അയച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ വീണ്ടും കുറേയധികം ആളുകളിലേക്ക് എത്തിക്കുക, അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച ഇതേപോലെ ക്വസ്റ്റ്യൻ സെക്ഷനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് അക്യുപിആർ മുഹമ്മദ് അൻസാദ്, മിറാക്കിൾ അക്യുപഞ്ചർ, ആലപ്പുഴ.